നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി റൂമറുകൾ പ്രചരിക്കുക സ്വാഭാവികമാണ്. പലതും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒഫീഷ്യലായിട്ട് വരികയും ചെയ്യും. സോ ടെസ്റ്റുകളും ടെസ്റ്റും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോഴിതാ അങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു. മോ സലായെ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് റയൽ മാഡ്രിഡിലേക്ക് ഓഫർ ചെയ്തിരിക്കുന്നു. മോ സലാ ടു റയൽ മാഡ്രിഡ്. ഇപ്പോൾ ആഫ്കോണിലാണ് അദ്ദേഹം ഉള്ളത്. അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തിന് വേണ്ടിയിട്ട്. ലിവർപൂളിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം തുടരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ മറ്റ് ക്ലബ്ബുകളിലേക്ക് അദ്ദേഹം ചേക്കേറും എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. അപ്പോഴാണ് മോ സലാസ് ഏജൻറ്റ് ഹാസ് ഓഫേർഡ് ദി പ്ലെയർ ടു റയൽ മാഡ്രിഡ് എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പറയുന്നത് റയൽ മാഡ്രിഡ് ഇപ്പോൾ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുന്നത് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാലറി വളരെ ഹൈ ആണ്. ഒരു ലോൺ മൂവ് ജനുവരിയിൽ ഒരു ലോൺ മൂവ് ടിൽ ജൂൺ മാസം വരെ ഒരു ലോൺ മൂവിന് അവരൊരു പക്ഷേ തയ്യാറായേക്കും. ഒരു 12 മില്യൺ യൂറോ അങ്ങനെയാണെങ്കിൽ തന്നെ അവർക്ക് കോസ്റ്റ് വരും എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഏതായാലും ഒരു ലോൺ മൂവിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറിയാമല്ലോ, കിലിയൻ എംബാപ്പയാണ് അവർ പ്രധാനമായിട്ടും ഗോളടിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത്. അദ്ദേഹത്തിന് പരിക്കായിട്ട് അടുത്ത 4-5 മത്സരങ്ങൾ കളിച്ചേക്കില്ല എന്നൊരു സ്ഥിതിയുമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന് അവർക്ക് സലായെ പോലുള്ളൊരു താരത്തെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. പക്ഷേ ഈ മൂവ് നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഇതിപ്പോൾ ഒരു റൂമർ എന്ന രൂപത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. പക്ഷേ അത്തരത്തിൽ അദ്ദേഹത്തെ റയലിലേക്ക് ഓഫർ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.